years ഇതിന്റെ പുറകിൽ ഓട്ടം ഉണ്ടായിട്ടുണ്ട്. മഴ കാര്യങ്ങൾ, ക്ലൈമറ്റ്, റിയൽ കാട്ടിൽ നൈറ്റിന് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഈ വർഷത്തെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ ഈ സാധനം സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിട്ട് ഞാൻ ബാക്കിയൊക്കെ ഇതിപ്പോൾ 4-ാം തീയതി ഈ മ്യൂസിക് 24/7 എന്ന പേജിൽ ഇത് റിലീസാവുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണണം. കണ്ട് ഞങ്ങളുടെ ഒരു വർക്കും ഞങ്ങളുടെ ഹാർഡ് വർക്കും സപ്പോർട്ട് ചെയ്യണം. ഇത് ചെയ്തിരിക്കുന്ന മ്യൂസിക് അവരാണ്. ഐ തിങ്ക് അമൽ എൻ്റെ ADs-ആണ്. ആയിഷ വരെയുണ്ട്. നല്ലൊരു ഒരു ജസ്റ്റ് ഒരു സാധനം നോക്ക് ചെയ്ത് ഒരു കയ്യിലൊരു പ്ലാസ്റ്റിക് എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. ആ ഒരു പോയിന്റിൽ തന്നെ അവൾ മരിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാം. ആ മരണം കഴിഞ്ഞതിന് ശേഷം അവളുടെ ബ്രെയിൻ, നോർമൽ ഒരു മനുഷ്യൻ മരിച്ചാൽ 180 സെക്കൻഡ് ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്, നമ്മൾ ജനിച്ചപ്പം മുതലുള്ള കാലങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകും ആ 180 സെക്കൻഡിൽ. ആ ഒരു തോട്ടാണ് വാട്ട് ഇഫ് അവളുടെ കില്ലറെ കണ്ടുപിടിച്ചുകൂടാ എന്നൊരു തോട്ടിലാണ് അങ്ങനെ ഒരു സാധനം എഴുതിയത്. പിന്നെ 4 ലൂപ്പിലും ഡിഫറെന്റ് ആയിട്ട് പെർഫോം ചെയ്ത പ്രീതി. ഇത് അങ്കിത്ത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. എന്നോട് ജയിലിൽ പോയാലും ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫോറസ്റ്റിൽ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അത്രയും ഞങ്ങൾക്ക് വേണ്ടി കൂടെ ചെയ്ത ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഞങ്ങളുടെ ഈ ടീമിലുള്ള എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഇത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന ഒരു പടമാണ്. ഞങ്ങളെല്ലാവരും സിനിമ ഭയങ്കര പാഷനേറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ വർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ചെയ്തു. ക്യാൻസർ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാർത്തിക് എഡിറ്ററാണ്. എഡിറ്റർ ഈസ് മിസ്സിംഗ്. നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങോട്ട് വരേണ്ടതാണ്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി, എനിക്ക് പെട്ടെന്നൊന്നും കളക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ജോൺസി പ്ലീസ്. അരുൺ ശിവനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. അശ്വതിയുടെ സാഹിൽ ആർട്ട്. താങ്ക് യു ഗൈസ്, എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. ഇവിടെ ഇത് സിനിമയാക്കുന്നുണ്ടോ? ഇല്ല, ഇതൊരു ഷോർട്ട് ഫിലിമാണ്. ആക്ച്വലി ഇതൊരു പൈലറ്റ് മൂവിക്കുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ഞങ്ങളിത് OTT-ക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. ഒരു 6 എപ്പിസോഡുള്ള ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ലൂപ്പ് കൈൻഡ് ഓഫ് വേർഷൻ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത്. ബട്ട് ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളൊരു ഷോർട്ട് ഫിലിമിലേക്ക് ഇപ്പോൾ നിർത്തി. ഇൻ ഫ്യൂച്ചർ ഇതല്ല മറ്റൊരു സബ്ജക്റ്റ് ഉണ്ടാവും. ഇനി ഒരിക്കലും ലൂപ്പ് എടുക്കില്ല എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നോക്കിയതാണ്. നമ്മൾ ലൂപ്പിൽ പെട്ടു, ഭയങ്കര ട്രാപ്പിലായിരുന്നു കുറച്ച് നാൾ. ഇനി ലൂപ്പില്ല. താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവരും ക്ഷണിച്ചതിന് വന്നതിൽ എല്ലാവരും, ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും. സന്ദീപ് ഇതാണ് ആ മുഖം മൂടിയിട്ട് അഭിനയിച്ച് മുഖം കാണാത്തോണ്ട് ഈ മുഖം എപ്പോഴെങ്കിലും എല്ലാവരും കാണണം. അമലിനാണ്. എല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പം അങ്ങനെ ചെയ്തൊരു വർക്കാണ്. സന്തോഷം. ഒരു ഡോണി ഡാർക്കോ ഒരു ഷെയ്ഡ് കൊണ്ടുവരാൻ ശ്രമിച്ചത് മനഃപൂർവ്വമാണോ? ആ പടത്തിനോടുള്ള ആരാധന കൊണ്ട്? ഒരിക്കലും അങ്ങനെയില്ല. ഇതിങ്ങനെ എഴുതി വന്നപ്പോ ഇങ്ങനെ സംഭവിച്ചാണ്. ഞാൻ കുബ്രിക്കിന്റെ വലിയ ആരാധകനാണ്. അപ്പൊ ഒരു സ്റ്റാൻലി കുബ്രിക് പേസ് ഓഫ് മേക്കിംഗ് ആണ് ടോട്ടലായിട്ട് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും പടത്തിന് സിനിമയെ റെഫർ ചെയ്തിരുന്നു? ഈ ലൂപ്പ് ചെയ്യുമ്പോൾ വളരെ കഷ്ടപ്പാടാണ്. കാരണം മുമ്പുണ്ടായ സീൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു രീതിയിലും കണ്ടിന്യൂറ്റി പോകാൻ പാടില്ല. ഒരു വിരലിന്റെ മൂവ്മെന്റ് പോലും പോകാൻ പാടില്ല. ഏറ്റവും വലിയ ചലഞ്ച് ആർട്ടിസ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ 1, 2, 3, 4 നല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നു. 1ഉം 2ഉം 3ഉം 4ഉം അറ്റ് എ ടൈം ഷൂട്ട് ചെയ്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 3 ദിവസം നല്ല റിഹേഴ്സൽ ചെയ്തിട്ടാണ് നമ്മൾ കാട്ടിലേക്ക് പോയത്. അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇനി ഞാൻ ഒരിക്കലും ഈ ലൂപ്പ് ചെയ്യില്ല, അത് ഉറപ്പാണ്. പടം ലൂപ്പിലായി പോയി. അതാണ് എൻ്റെ ഒരു റിയാലിറ്റി. ഇനി ചെയ്യില്ല. ലൊക്കേഷൻ ആ ഒരു കാട്. ബ്രോ, എന്തുകൊണ്ടായിരുന്നു ഈ വരുത്തുപോക്ക് എന്നുള്ള പേര്? വരുത്തുപോക്ക് ഇൻ ദ സെൻസ്, ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, വടക്കൻ ഭാഗങ്ങളിലൊക്കെ പറയും ദേവിയെ കാണുമ്പോൾ നമ്മളിങ്ങനെ കറങ്ങിപ്പോകുന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഒരാൾ ലൂപ്പിൽ പെട്ടുപോവാണ്, കറങ്ങിപ്പോവാണ്. കാരണം ഇതിൻ്റെ ബേസിക് തോട്ടെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചാൽ ആളുടെ ബ്രെയിൻ 180 സെക്കൻഡ്സ് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവൾ മരിക്കുമ്പോൾ അവൾ കണ്ടുപിടിക്കുകയാണ് ഹൂ ഇസ് മൈ കില്ലർ എന്ന്. അവൾ ആ 4 ലൂപ്പുകളിലൂടെ സഞ്ചരിച്ച് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ തോട്ട്. ബേസിക്കലി വരുത്തുപോക്കുന്ന പേര് കാരണം ഈ ദേവി കോൺസെപ്റ്റ് തന്നെയാണ്. ലൂപ്പിൽ പെട്ടുപോകുന്നു എന്നൊരു കോൺസെപ്റ്റിൻ്റെ പുറത്താണ് ഈ ഒരു പേര് വെക്കാൻ കാരണം. എന്താണ് സിനിമയുടെ പ്രൊജക്ട്? അടുത്ത് എന്താണ് ചെയ്യാൻ? സിനിമയുടെ ഒരു സാധനം ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് സൂൺ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും. ഒരു സ്റ്റാർ പടം തന്നെയാണ് പുറകിൽ ഓടിക്കൊണ്ടിരിക്കുക.
ഒഫീഷ്യലി ആവാത്തതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. പക്ഷേ ഈ മാസം തന്നെ ഉണ്ടാവും. സയൻസ് ഫിക്ഷൻ തന്നെയാണോ? അല്ല, അതൊരു ത്രില്ലറാണ്, ഒരു പ്രോപ്പർ ആക്ഷൻ ത്രില്ലറാണ്. സ്റ്റാറൊക്കെ ഡിസ്കഷൻ കഴിഞ്ഞു. അല്ല, അതുകൊണ്ടല്ല, അവിടെ നിന്നൊരു ഇൻഫർമേഷൻ വന്നിട്ടില്ല. പ്രോപ്പർലി ഈ മാസം എൻ്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് അതിന് ശേഷം നമ്മൾ കാണും. ഓക്കെ, വേറെ എന്തെങ്കിലും അനസ് ചോദിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പേരൊക്കെ പറഞ്ഞു കുറച്ച് ഞാൻ ലേറ്റായി ഓൾറെഡി നമ്മളൊരു സങ്കല്പം ഉണ്ടല്ലോ ഓൾറെഡി ഇങ്ങനെ ഇതുകൊണ്ടാണ് അതും ഇതുമായിട്ട് എന്താ ബന്ധത്തിൽ എങ്ങനെയാണ് വരുന്നത്? ഞാനതിൽ മറ്റേ ഈ ഹിന്ദു മിത്തോളജി എന്നുള്ളൊരു സാധനം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ആ ലൂപ്പ് എന്നുള്ളൊരു തോട്ടം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വരുത്തപ്പോക്ക് നമ്മൾ ദേവിയെ കാണുമ്പോൾ നമ്മൾ കടന്ന് ലൂപ്പിൽ പെടും എന്ന് പറയുന്നു. ആ ഒരു ലൂപ്പ് എന്നുള്ളൊരു തോട്ടിലാണ് ഈ സാധനം ഞാൻ എടുത്തത്. അതല്ലാതെ മറ്റേതുമായിട്ടൊരു ബന്ധമില്ല ഈ പടത്തിൽ. ഈ തമിഴില് ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്, അതിലൊക്കെ ഇൻസ്പയർഡ് ആണ്. ഗെയിം, പിന്നെ ട്രയാങ്കിള്, കുറെ ലൂപ്പ് ഒരുപാട് ലൂപ്പ്, അത് ജോണറാണ്, ഇൻസ്പയർഡ് എന്നല്ല. ഓഫ്കോഴ്സ് എല്ലാ ലൂപ്പ് സിനിമകളും ഇൻസ്പയർഡ് തന്നെയാണ്. ഞാനിപ്പോൾ ഹാപ്പി ഡെഡ് ഡേ 2 1 എന്നൊക്കെ പറഞ്ഞ മൂവി ഉണ്ട്, ഇംഗ്ലീഷ്, ഭയങ്കര ഫാനാണ്. ഇൻസ്പയർഡ് ആണ്. റൺ ലോല റൺ, ഒരു ജർമ്മൻ മൂവി ഉണ്ട്, 93 പടം, നല്ല ഉഗ്രം പടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇതൊറ്റ പടം ലൂപ്പ് അവിടെ നിർത്തി. ഇൻസ്പയർഡ് ആണ്, എനിക്കിഷ്ടമാണ്. പക്ഷെ ഇതോടെ മതി പറ്റും. വേണമെങ്കിൽ നിങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് ഷെയർ ചെയ്തോളൂ, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ആയിരുന്നു ഇവർ രണ്ടുപേരുടെയും. കാരണം 4 ലൂപ്പിലും ഡിഫറെൻ്റ് ആയിട്ട് ആ സാധനം പെർഫോം ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. രണ്ടുപേരും നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരേ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്ത് 4ലും ഒരേപോലെ ചെയ്യണം. ഇവരെ സംബന്ധിച്ച് 4 സാധനങ്ങൾ വരണം. റിപ്പീറ്റഡ് ഷോട്ടൊന്നുമില്ല, എല്ലാം എന്താ പറയുക, നമുക്ക് ഒരു ഷോട്ടും മറ്റൊരു ഷോട്ടും തമ്മിൽ എക്സ്ട്രീംലി 4 ലൂപ്പിലും വേറെ തന്നെ എടുക്കാമെന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രോ പറഞ്ഞ പോലെ കണ്ടിന്യൂറ്റി ഹ്യൂജ് ടാസ്ക് ആയിരുന്നു. ഇത് ADs ഒക്കെ ചോദിച്ചറിയാം, ഒരു നേരെ ഹോസ്പിറ്റലൈസ് ആയിരുന്നു രണ്ടുപേരും ആ ഷൂട്ട് കഴിഞ്ഞ ഉടനെ. അപ്പോൾ അതൊക്കെയാണ് ഐശ്വര്യാണ് നമ്മുടെ ഫിനാൻസ്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം തുടങ്ങിയ സമയത്ത് അത്രയും ബഡ്ജറ്റ് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ആസ് ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ആസ് വി സ്റ്റാർട്ടഡ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എവിടെ ഇപ്പം ഷൂട്ടിൻ്റെ അന്നാണെങ്കിൽ കാർ ബ്രേക്ക് ഡൗൺ ആവുക, എവറി ഏരിയ വി ഹാഡ് മഴ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് മഴ. അപ്പോൾ വിചാരിച്ചേക്കാട്ടിലും ബഡ്ജറ്റ് കൂടി. പക്ഷേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഫിനിഷ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഫൈനലി ജൂലൈ 4 മ്യൂസിക് 24 റിലീസാവാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ ഇതിൽ കാണിച്ച 2 കാറുണ്ട്, 2 വ്യത്യസ്ത കാറല്ലേ കാണിച്ചത്? ഒറ്റ കാറാണോ? 3 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. എനിക്ക് രണ്ടുപേരും ആ കാർ, ഈ കളർ വ്യത്യാസം പോലെ തോന്നി. ഇല്ല, ഒറ്റ കാർ. ക്യാമറയൊക്കെ സിനിമാറ്റിക് മോഡ് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ടെന്ന് ഒരു സിനിമ ഇപ്പോൾ പ്രീതിയുടെ ഫസ്റ്റ് ഒരു സാധനം എന്താ പറയുക, ടെക്നിക്കലി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യേണ്ട എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ നമ്മളെല്ലാം റിച്ച് ആയിട്ട് തന്നെയാണ്, മ്യൂസിക് ആണെങ്കിൽ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. 2 വർഷമാണ് ഇതിന്റെ പുറകെ നടന്നത് പറഞ്ഞത്. അതെ, അത് നമ്മളുടേതായ റീസൺസ്. അതായത് ആദ്യം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് 4 ഡേയ്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മഴ കാരണം നമുക്ക് ഒരുപാട് ഒരു 3-4 മന്ത്സ് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഞങ്ങളുടെ അല്ലാതെ പ്രശ്നങ്ങൾ. VFX-ലൊക്കെ കുറേ കഷ്ടപ്പെട്ടായിരുന്നു. കാരണം മഴ പെയ്തുകൊണ്ട് കുറച്ച് മഴയത്ത് ഷൂട്ട് ചെയ്ത് ബാക്കിയുള്ള CG എൻ്റെ വന്നു. CGയുടെ എമൗണ്ട് അറിയാം, ഒരു സെക്കൻഡിലാണ് പൈസ. അപ്പോൾ അതിൽ കുറേ ബുദ്ധിമുട്ടി. പിന്നെ എൻ്റെ ഒരു ജോയൽ എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ ഒരു സുഹൃത്തുണ്ട്, എന്നെ വെച്ചിട്ടാണ് ബാക്കിയുള്ള വർക്ക് ഓൾമോസ്റ്റ് ഒരു 6 മാസം കൊണ്ട് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ജോയലിന് വരാൻ കഴിഞ്ഞിട്ടില്ല. ആ ജോയലാണ് ഇതിൻ്റെ VFX ബാക്കി അമ്മാന് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത്. ഇതിലിപ്പോൾ ഈ ത്രോട്ട് എന്ന് പറഞ്ഞാൽ